നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ചടയമംഗലം ഓട്ടോ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് സംഘടിപ്പിക്കുന്ന വൈദ്യുത ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾ സാക്ഷി ടിവിക്ക് തത്സമയം എത്തിക്കുന്നു. ഈ തത്സമയ സംപ്രേഷണത്തിന് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. ഈ പരിപാവനമായ ചടങ്ങിന്റെ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട വളരെയധികം വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഒപ്പമുണ്ടായിരുന്ന ഇന്ന് ഉച്ചവരെ ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമം നടത്തുകയും നല്ല പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവർ ശ്രീ രാജൻ പിള്ള പെട്ടെന്ന് ഉണ്ടായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ വളരെ ലഘൂകരിച്ചാണ് ഇക്കുറി അവര് ഈ വൈദ്യുത ദീപാലങ്കാര ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത്. ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അതിലുപരി വളരെ ദുഃഖകരമായ മറ്റൊരു നിമിഷവും കൂടിയാണ് നമുക്ക്. വൈദ്യുത ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടന കർമ്മം എന്ന് പറയുന്നത് ചടയമംഗലത്തിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ അതിന്റെ ഓണേഴ്സിന്റെയൊക്കെ അന്നൊരു ദിവസത്തെ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ആ രീതിയിലൂടെയാണ് നമ്മൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണി വരെ കടന്നുപോയത്. പക്ഷെ 12 മണിക്ക് ശേഷം നമുക്കെല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞ വളരെ വിഷമമേറിയ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. ഏകദേശം രാവിലെ തൊട്ട് ഉച്ചവരെ നമ്മുടെ കൂടെ ഈ ആഘോഷത്തിനുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് സഹകരിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് രാജൻ ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. അതായത് ഉദ്ഘാടന പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ വർഷം പോലെ തന്നെ ഒരു ഭക്തിഗാനമേള ഇങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ അതെല്ലാം ചുരുക്കിക്കൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു രീതിയിലുള്ള ഒരു ഉദ്ഘാടന കർമ്മത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനായി സ്വാഗതം ആശംസിക്കാനെത്തിയിരിക്കുന്ന വൈദ്യുത ദീപാലങ്കാര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ ഉണ്ണി ഇടയ്ക്കോട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്വാമി സമറിയപ്പ. നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് നാട്ടുകാരുടെ സഹായ സഹകരണത്തോടുകൂടി ആണ്ടുതോറും നടത്തി വരാനുള്ള ദീപാലങ്കാരം ഈ വർഷവും നമ്മൾ ഭംഗിയായി നടത്തി വരാനുള്ള ആ സന്ദർഭത്തിൽ നമ്മളെ സുഹൃത്തായ രാജൻപിള്ള ചേട്ടൻ നമ്മളെ വിട്ടുവന്നിട്ട് മണിക്കൂറുകളായതുകൊണ്ട് ആ വേളയിൽ നമ്മൾ ഈ പരിപാടി ഒരുക്കി ചുരുക്കിക്കൊണ്ട് നമ്മളെ ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യമായി ഞാൻ സ്വാഗതം പറയാനുള്ളത് നമ്മളെ സുഹൃത്തുമായ പട്ടം ശിവൂരി ഈ ദീപാലങ്കാരത്തിന്റെ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഉദ്ഘാടക ശ്രീമതി മിനി സുനിലിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭദ്രദീപം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ക്ഷണിക്കപ്പെട്ട ബഹുമാനപ്പെട്ട എസ് ഐ മോനി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഞാൻ ആദ്യമായി ക്ഷമ വയ്ക്കണം. ആദ്യമായിട്ടാണ് ഞാനൊരു മൈക്കിൽ കൂടെ സംസാരിക്കുന്നത്. എന്തെങ്കിലും കുറിച്ചുകൊണ്ട് ക്ഷമിക്കണം. അടുത്ത ശുദ്ധോദ്കരണം ചെയ്യാൻ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന കെ അജയൻ സാർ അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ വൈദ്യുതി എന്നതിന്റെ പേരിൽ സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മളെ ക്ഷേത്രത്തിലെ പുനരുദ്ധരണ കമ്മിറ്റിയിലെ അംഗമായ രാധാകരൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സാർ ഇവിടെ എത്തിച്ചേരാൻ ഇല്ല. സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മഠത്തിൽ മോഹനൻ ചേട്ടനാണ്. ചടയകലം മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശ സമിതി പ്രസിഡന്റായ മഠത്തിൽ മോഹനൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരെയും അങ്ങനെ പറഞ്ഞാൽ നമ്മളെ വാർഡ് മെമ്പറായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമതി ബിന്ദു അവരുടെ ഈ ദീപാലങ്കാരത്തിന്റെ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എന്റെ കൊച്ചനിയിൽ ഷെലീഖ് ഇടുക്കുമാറെ ഈ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് സംഭാവന നാട്ടുകാരുടെ സഹായ സഹകരണത്തോടു കൂടി ആട്ടുവർഷ ആൻഡ് ഓണേഴ്സ് ഈ പരിപാടി നടത്തുന്ന ഈ നാട്ടിലെ എല്ലാവരും ഈ വൈദ്യുത ദീപാലങ്കാരത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ നമ്മളെ ചാനലുകാരെയും ഈ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എന്തൊക്കെ തെറ്റുമെന്ന് ക്ഷമിക്കണം. നമ്മുടെ ഏവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇനീസിലുള്ളവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള ഈ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷൻ ഷിബു പട്ടത്ത്, സ്വാഗതം ആശംസിച്ച ഉണ്ണി ഇടയ്ക്കോട്, ഭദ്രദീപം കൊളുത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ചടയമംഗലം SI മോനിഷ് സാറ്, സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ചടയമംഗലത്തിന്റെ അഭിമാനം ശ്രീ അജയൻ, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് മഹനീയമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് സഖാവ് JV ബിന്ദു അവർ, ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ K രാധാകൃഷ്ണപിള്ള, ശ്രീ മഠത്തിൽ മോഹനൻ പിള്ള, കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ ഷെഫീഖ് ഇടുക്കുപാറ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ബഹുമാന്യരെ, അതുപോലെ തന്നെ എന്റെ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാ വർഷവും വളരെ ആഘോഷത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു മഹോത്സവമാണ് നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം. ആ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ, നമ്മുടെ ചടയമംഗലത്തെ സാധാരണപ്പെട്ട എല്ലാ ജനങ്ങളുടെയും സഹായത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു വൈദ്യുത ദീപാലങ്കാരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, 12 മണിവരെ എല്ലാ രീതിയിലും നമ്മളോടൊപ്പം സഹകരിച്ച് ഈ വൈദ്യുത ദീപാലങ്കാരം വളരെ മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗമായിട്ടുള്ള ഒരാള് അല്പസമയം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു. ആ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഏറ്റെടുത്ത പരിപാടികൾ നടത്തിയേ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തെ സംബന്ധിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രം എല്ലാ വർഷവും മികച്ച രീതിയിലുള്ള പേട്ട മഹോത്സവം അടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഉത്സവത്തിന് മോടി കൂട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നമ്മുടെ ഓട്ടോ ഡ്രൈവേഴ്സ് ജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന വൈദ്യുത ദീപാലങ്കാരം വളരെ മനോഹരമായ രീതിയിൽ സംഘടിപ്പിക്കുകയും
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വന്ന് കാണുന്നതിനും മറ്റുമായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൽ എടുത്തു പറയാൻ കഴിയുന്നത്, എല്ലാ വർഷവും ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുകയിൽ ബാലൻസ് വരുന്ന തുക അവര് ചികിത്സാ സഹായമായി പല വാർഡുകളിലുമുള്ള ക്യാൻസർ പേഷ്യന്റുകൾക്കടക്കം എല്ലാ വർഷവും സഹായമായി കൊടുക്കുന്നു. അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഘടനയായിട്ട് എടുത്തു കാണാം. നമ്മൾ ഒരു ആഘോഷ പരിപാടിക്ക് ചെലവാക്കുന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അതിൽ നിന്നൊരു തുക മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് തൊഴിലാളികളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതായിട്ടില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹനീയമായ ഉത്സവത്തിന്റെ അനുബന്ധ പരിപാടിയായിട്ടുള്ള ഈ ലൈറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ പ്രാവശ്യവും ഇതിനധികം ഗംഭീരമായി നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഭദ്രദീപം കൊളുത്തൽ ചടങ്ങാണ്. ആ ഭദ്രദീപം കൊളുത്തൽ ചടങ്ങിന് വേണ്ടി ബഹുമാന്യായ സബ് ഡിവിഷൻ ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ SI ശ്രീ മോനിഷ് സാറിനെ ക്ഷണിക്കുന്നു. സ്വാമിയേ 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 അയ്യപ്പോ സാറിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ഷിബു പട്ടത്ത്, ഉദ്ഘാടക മിനി സുനിൽ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചടയമംഗലം, അതുപോലെ തന്നെ മുൻ ഫുട്ബോൾ താരം ജയജയൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, ഈ മകരവിളക്ക് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞയ്യപ്പ ടെമ്പിളിൽ നടക്കുന്ന ഈ ഉത്സവം വളരെ ഗംഭീരമായി നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓണേഴ്സ് തൊഴിലാളികളാണ്. ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതിലൂടെ ഉത്സവത്തിന്റെ ഒരു പ്രതീതി ആണ് ചടയമംഗലം നിവാസികൾക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇവരെ ഇനിഷ്യേറ്റീവ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ പിന്തുണയും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നൽകുകയാണ്. അതുപോലെ ഈ ഉത്സവം ഗംഭീരമായി നടത്തുന്നതിന് എല്ലാവരും, സമാധാനപൂർവ്വമായി നടത്തുന്നതിന് എല്ലാവരും സഹകരിക്കുക. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവിധ ഉത്സവ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇതിന്റെ ശിക്ഷൺ കർമ്മമാണ്. അതിലേക്ക് നമ്മുടെ ബഹുമാന്യനായ നമുക്കെല്ലാം നമ്മുടെ സുഹൃത്തു കൂടിയായ K. അജയനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് ഷിബു പട്ടത്ത്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ഉണ്ണിയാണ്.
ഇതിൻ്റെ ഉദ്ഘാടക നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനിച്ചേച്ചി, അതുപോലെ തന്നെ ഭദ്രദീപം കൊളുത്തി ഇത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ചടയമംഗലം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ മോനിഷ് സാർ അവർ, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ മഠത്തിൽ മോഹനേണൻ, മറ്റ് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളതും ഇവിടെ കൂടിയതുമായിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും മനുഷ്യരും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ചടയമംഗലം കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് ഇവിടെ ഒരു ദീപാലങ്കാരം ചെയ്യുന്ന അല്ലെങ്കിൽ ദീപാലങ്കാരം കാണുവാൻ വരുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് എത്തപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരുൾപ്പെടെ എത്തിപ്പെടുന്നത് ഭദ്രദീപം, അതുപോലെ തന്നെ അതായത് ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് എല്ലാ വർഷവും നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ചടങ്ങുകളാണ് എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കാറ്. ഇതുപോലെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഓട്ടോറിക്ഷ റാലി, അതുപോലെ തന്നെ ഭജന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും ഇവിടെ നടത്താറ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രണ്ട് പ്രിയ ചേട്ടന്മാർ ഇന്ന് തന്നെ രണ്ടുപേരും മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. നമ്മുടെ രാജൻചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഉപദേശസമിതി കുഞ്ഞയ്യപ്പ ക്ഷേത്ര സമിതി ഉപദേശസമിതിയായിട്ടുള്ള നമ്മുടെ ഹല്ലാൽ എന്ന് പറയുന്ന നമ്മുടെ അനിയണ്ണൻ ഉൾപ്പെടെ. അപ്പോൾ തീർച്ചയായും ഈ ചടങ്ങ് ലളിതമാക്കേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ നേരത്തെ തീരുമാനിച്ച ഒരു ചടങ്ങായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ ചെലവാക്കി നാട്ടുകാരുടെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ആ ചടങ്ങ് മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ അപ്പുറത്തെ സ്റ്റാൻഡിലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് അവിടെയുണ്ട്. അവിടെ വളരെ ഗംഭീരമായി ഇവർ ഉത്സവ ആഘോഷം നടത്തുവാൻ വേണ്ടിയിരുന്നിട്ട് പോലും ഇന്ന് പൂർണ്ണമായും അവരെ ഒഴിവാക്കിക്കൊണ്ട് ആ ദുഃഖാചരണത്തിൽ അതിനോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരുപക്ഷെ ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ ചടയമംഗലം കുഞ്ഞയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് മകരവിളക്ക് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന്റെ ഉത്സവം അത്രയധികം പ്രാധാന്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ സമാധാനപരമായിട്ടുള്ള ഒരു ഉത്സവം കൊണ്ടാടുവാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്, കുട്ടികൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുൾപ്പെടെ പല രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ബൾബുകൾക്കോ ഏതെങ്കിലും ഒരു ബൾബ് പ്രശ്നമുണ്ടായാൽ തന്നെ ആ യൂണിറ്റ് തന്നെ മാറ്റേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരുവിധമായിട്ടുള്ള അനാവശ്യമായ അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയുടെയും കടപ്പാടിന്റെയും 1000 പൂച്ചകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മഠത്തിൽ മോഹനപിള്ള, ഉപദേശക സമിതി പ്രസിഡന്റ്, മഹാദേവ ക്ഷേത്രം, ചടയമംഗലം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷിബു പട്ടത്ത്, നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഉണ്ണി ഇടയ്ക്കോട്, ബഹുമാനിയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ, ഭദ്രദീപം കൊളുത്തി ഈ പരിപാടി ധന്യമാക്കിയ ബഹുമാനീയനായ ചടയമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ മോനിഷ് എം, സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്ന കെ അജയൻ, ഇവിടെ എത്തിച്ചേരാം എന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ബിന്ദു, നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനീയനായ കെ രാധാകൃഷ്ണപിള്ള, നമ്മുടെ ഇതിന്റെ ജീവാത്മാവും പരമാത്മാവും എന്ന് തന്നെ പറയാം, നമ്മുടെ ഈ ദീപാലങ്കാര കമ്മിറ്റിയുടെ കൃതജ്ഞത പറയുന്ന ഷെഫീഖ് ഇടുക്കുപാറ, ഇവിടെ കൂടിയിട്ടുള്ള ബഹുമാന്യരായ നാട്ടുകാരെ, നമ്മുടെ ആട്ടോ റിക്ഷ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ്, ബഹുമാനപ്പെട്ട നമ്മുടെ മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് വളരെ സന്തോഷിക്കേണ്ട ഒരു ദിവസമായിരുന്നു. എന്നാൽ നമുക്ക് 2 മരണം നടന്ന കാരണം നമ്മൾ എല്ലാവരും ചെറിയ ദുഃഖത്തിൽ കൂടിയാണ്. കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വൈദ്യുത ദീപാലങ്കാരം തുടങ്ങിയത്. അന്ന് തുടങ്ങുന്നതിന് നമ്മുടെ ഷെഫീഖ്, നമ്മുടെ പപ്പൻ, ഇടയ്ക്കോട് നമ്മുടെ പപ്പൻ, ഇന്ന് തുടങ്ങിയ ഇതിവിടെ നിൽക്കുന്നതിൽ ചിലരെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത്
ഞാനന്ന് കുഞ്ഞയ്യപ്പ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. എങ്ങനെ ഇത് നടത്തി പറ്റിക്കാം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ കൂട്ടായിട്ടൊന്ന് ഇരുന്ന് എന്തുവായാലും നമുക്കും ദീപാലങ്കാരം വേണം, മറ്റ് പ്രദേശങ്ങളിലെക്കാട്ടിയും ഗംഭീരമായി നമുക്ക് നടത്തണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് നടത്താം. കാരണം ഇത്രയും പൈസയൊക്കെ നമുക്കിവിടെ പിരിഞ്ഞു കിട്ടുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, നമുക്ക് തുടങ്ങാം. ആ പരിപാടി തുടങ്ങി. ചടയമംഗലത്തുകാർ വളരെ ഭംഗിയായിട്ട് നമ്മളെ സഹായിച്ചു. അന്യദേശങ്ങളിൽ പോലും തിരുവനന്തപുരം മുതൽ ആറ്റിങ്ങൽ മുതൽ വിവിധ മേഖലകളിൽ പോയി സമ്പത്ത് കണ്ടെത്തി ഈ തുടങ്ങി വെച്ചത് ഇന്ന് 24-ാം വർഷത്തിൽ വളരെ ഗംഭീരമായി തന്നെ നടക്കുകയാണ്. ഇനി വരും വർഷങ്ങളിലും ഇത് ഭംഗിയായി തന്നെ നടക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ എല്ലാ സംഘാടകർക്കും എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇവിടെ വരാം എന്നേറ്റിരുന്ന ശ്രീമതി കെ ബി ബിന്ദു, കെ രാധാകൃഷ്ണപിള്ള അവരെത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടന പരിപാടികൾ ചുരുക്കിയുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൃതജ്ഞത പറയുവാൻ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ സുഹൃത്തും സഹപ്രവർത്തനം കൂടിയായ ഷൈജു അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളോടൊപ്പം ഇന്ന് ഉച്ചവരെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ടവനായ രാജൻപിള്ള ചേട്ടൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഹരിലാൽ എന്ന് പേരുള്ള നമ്മൾ പട്ടാളം അനിയണ്ണൻ എന്ന് വിളിക്കുന്ന അനിയണ്ണനും നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായി ഒന്നും പറയുന്നില്ല. ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ, അതുപോലെ മോനേഷ് സാർ, നമ്മുടെ സുഹൃത്തു കൂടിയായ കെ അജയൻ, മഠത്തിൽ മോഹനൻപിള്ള, എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചു. എന്നിൽ ഇപ്പോൾ ഇവർ തന്നിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഷിബു പട്ടത്തിന് ഈ വൈദ്യുതി ദീപാലങ്കാര കമ്മിറ്റിയുടെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഉണ്ണി ഇടയ്ക്കോടിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ ഇതിനോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി സുനിലിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മൾ വിളിച്ചപ്പോൾ ഒരല്പം വൈകിയെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ശ്രീ മോനേഷ് സാർ അവർക്കും നമ്മുടെ ദീപാലങ്കാര കമ്മിറ്റിയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്തും ഇന്ത്യൻ ഫുട്ബോൾ താരം കൂടിയായിരുന്ന ശ്രീ കെ അജയൻ നമ്മളോടൊപ്പം എപ്പോഴും ഇതുവഴി രാവിലെയും വൈകിട്ടും ഒക്കെ പോകുമ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുകയും നമ്മളോടൊപ്പം സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന കെ അജയന് ദീപാലങ്കാര കമ്മിറ്റിയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേരാം എന്ന് നമ്മളോട് പറഞ്ഞിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ജെ ബി ബിന്ദു, അതുപോലെ ക്ഷേത്ര പുനരുദ്ധ പാട്ടുപുരക്കൽ ക്ഷേത്ര പുനരുദ്ധാരണ സമിതി പ്രസിഡന്റ് കെ രാധാകൃഷ്ണപിള്ള, നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, അങ്ങനെ തന്നെ ഇവിടെ ദീപാലങ്കാരം തുടങ്ങി ഇന്നുവരെയും നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മോഹൻപിള്ള ചേട്ടൻ, അദ്ദേഹത്തിനും കൂടാതെ നമ്മുടെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് രാമകൾ കഷ്ടപ്പെടുന്ന നമ്മുടെ ചെയർമാനായ ഷഫീഖിനും, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതുപോലെ നമുക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാർക്കും ദീപാലങ്കാര കമ്മിറ്റിയുടെയും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഓട്ടോ ഡ്രൈവേഴ്സിന്റെ പേരിലും ഓണേഴ്സിന്റെ പേരിലും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സ്വിച്ച് ഓൺ കർമ്മം നടക്കാൻ പോവുകയാണ്. ഈ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുവാനായി
മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ശ്രീമാൻ കെ അജയനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും സ്വിച്ച് ഓൺ കർമ്മം നടക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. ചടയമംഗലം ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ചടയമംഗലം ഓട്ടോ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് സംഘടിപ്പിക്കുന്ന വൈദ്യുത ദീപാലങ്കാരത്തിൻ്റെ സ്റ്റോൺ കർമ്മം നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ചടയമംഗലത്തിൻ്റെ രാജവീഥികളെ അതിമനോഹരമാക്കുന്ന തരത്തിലുള്ള ലൈറ്റ് സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റോൺ കർമ്മം നടക്കുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാന താരം ഫുട്ബോൾ താരം ശ്രീ കെ അജയനാണ് സ്റ്റോൺ കർമ്മം നിർവഹിക്കുന്നത്. അതിമനോഹരമായ വാട്ടർ ഫൗണ്ടിങ് വരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ചടയമംഗലം മോട്ടോർ വർക്കേഴ്സ് ഓട്ടോ ഡ്രൈവർ ഓണേഴ്സ് ഈ ദീപാലങ്കാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിമനോഹരമായ വാട്ടർ ഫൗണ്ടിങ്ങാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. ചടയമംഗലം ഓട്ടോ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്ന വൈദ്യുത ദീപാലങ്കാരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വൈദ്യുത ദീപാലങ്കാരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വാട്ടർ ഫൗണ്ടിങ്ങാണ്. അതിമനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടിങ്ങാണ് ഇവിടെ അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനിയും വർണ്ണശബളമായ ചില ദീപാലങ്കാരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരല്പസമയം പോയി വരാം. ചടയമംഗലത്തിൻ്റെ രാജവീഥികളെ വളരെ അതിമനോഹരമായി വർണ്ണശബളമാക്കി അണിയിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് സാക്ഷി TV ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം എത്തിക്കുന്നത്. ഈ തത്സമയ സംരക്ഷണം
ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.